നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും നേരിയ തോതിൽ ശോഷിക്കുന്ന സമുദായം ക്രൈസ്തവരാണ്. നമ്മുടെ കൂടെ കുറ്റം കൊണ്ടായിരിക്കാം. ഞാൻ എൻ്റെ വീട്ടിലെ 10ാമത്തെ കൊച്ച. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഒരിടത്തും ജനസംഖ്യ വർദ്ധിക്കുന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 നമ്മൾ 3 പിന്നെ പറഞ്ഞു നമ്മൾ 2 നമ്മൾ 2 ഇപ്പൊ പറഞ്ഞു നമ്മൾ 1 നമുക്ക് നമ്മുടെ സമുദായം. ഞാനിത് നിഷ്പക്ഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഇന്ന് നിങ്ങൾ സെൻസസ് റിപ്പോർട്ട് വായിക്കുകയാണെങ്കിൽ വർദ്ധിക്കാത്തൊരു സമുദായമായിട്ട്, ആൾബലം വർദ്ധിക്കാത്തൊരു സമുദായമായിട്ട് നമ്മൾ മാറുകയാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ മൂല്യങ്ങൾ, നമ്മൾ പണ്ട് രാഷ്ട്രീയ മൂല്യങ്ങൾക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിൽ നമ്മുടെ സമുദായം ഇടപെട്ടു. ഞങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. അത് പലതരം സ്വാധീനങ്ങളിൽപ്പെട്ട് പൊട്ടി അതിപ്പോ എവിടെയാണ് തപ്പി നോക്കിയാൽ കിട്ടാത്തതുപോലെ ആയിക്കഴിഞ്ഞു. നമുക്കിത് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഗവൺമെന്റ് സർവീസുകളിലെ നമ്മുടെ ആളുകളുടെ നമ്പർ നമുക്ക് സംവരണമില്ല, നമുക്ക് സ്വാധീനിക്കാൻ ആളില്ല. അതുകൊണ്ട് നമുക്ക് ജോലി കിട്ടാനുള്ള മാർഗങ്ങളില്ല. പ്രത്യേകിച്ച് IAS, IPS, IFS തുടങ്ങിയ ഉന്നത ഉദ്യോഗ തലങ്ങളിലെ നമ്മുടെ സമുദായത്തിൻ്റെ സാന്നിധ്യം തുച്ഛമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സമുദായ ശാക്തീകരണ വർഷമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സമുദായത്തിൻ്റെ സംഖ്യാബലത്തിൻ്റെ വർധനവ് മാത്രമല്ല, സമുദായത്തിൻ്റെ എല്ലാവിധ ആവശ്യങ്ങളിലും സമുദായത്തിലെ അംഗങ്ങൾക്ക് സമൂഹത്തിലെ അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്ന വിധത്തിൽ നമ്മുടെ സമുദായത്തിൻ്റെ കെട്ടുറപ്പ്, നമ്മുടെ സമുദായത്തിൻ്റെ ഒന്നിച്ചുള്ള നിലനിൽപ്പ് അതിന് കാരണമാകണം. തലശ്ശേരിയിലെ ഈ കുടിയേറ്റ മണ്ണിലെ കത്തോലിക്ക കോൺഗ്രസ് ഈ സമ്മേളനം നടത്തുമ്പോൾ അത് ഒരു പുതുയുഗത്തിൻ്റെ ജനനത്തിൻ്റെ പ്രസവ വേദനയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ നിന്നൊരു പുതിയ തലമുറ, ഒരു പുതിയ കാലാവസ്ഥ, ഒരു പുതിയ ചരിത്രം ഒന്നിച്ചു കുറിക്കാൻ നമുക്ക് മുന്നോട്ട് വരാം. ഇത്രയും ഭംഗിയായിട്ട് ഈ സമ്മേളനം സംഘടിപ്പിച്ച പിതാക്കന്മാരെയും നിങ്ങളെല്ലാവരെയും ഒരുപാട് ഞാൻ അഭിനന്ദിക്കുന്നു.